നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ബാക്കപ്പ് എടുക്കുന്നത് നോക്കിയാലോ. ഈ ഒരു ബാക്കപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടർ തന്നെ നിങ്ങൾക്ക് റീഇൻസ്റ്റാൾ ചെയ്യാം, റിപ്പയർ ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ഇതേപോലെയുള്ള വീഡിയോകൾക്കായി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇത് ചെയ്യാൻ വേണ്ടി 32 GB പെൻഡ്രൈവ് ആണ് മൈക്രോസോഫ്റ്റ് പറയുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 16 GB ആണ്. 16 GB വർക്കിംഗ് ഓക്കെയാണ്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് എ റിക്കവറി ഡ്രൈവ് എന്ന് കൊടുക്കുക. എന്നിട്ട് റിക്കവറി ഡ്രൈവ് എന്നുള്ളത് ചൂസ് ചെയ്യുക. യൂസർ അക്കൗണ്ട് കൺട്രോൾ മെസ്സേജ് യെസ് എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഈ ബാക്കപ്പ് സിസ്റ്റം ഫയൽസ് എന്നുള്ളത് ടിക്ക് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ OSൻ്റെ മൊത്തം ഇമേജ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺലിയാണ്, ഡാറ്റയൊന്നും ബാക്കപ്പ് എടുക്കില്ല. ആ ടിക്ക് ഇടാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോപ്പി ആവില്ല, ജസ്റ്റ് ഒരു റിക്കവറി ഡ്രൈവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പെൻഡ്രൈവ് കാണാൻ സാധിക്കും. പെൻഡ്രൈവിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക, ഡാറ്റ മൊത്തം എറേസ് ആവും ഇത് നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ചില സിസ്റ്റത്തിൽ ഇത് കുറച്ച് കൂടുതൽ സമയം എടുക്കും, ചില സിസ്റ്റത്തിൽ പെട്ടെന്നാവുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്കവറി ഡ്രൈവ് പ്ലസ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ ഈ പെൻഡ്രൈവിലുണ്ടാവും. സെയിം കോൺഫിഗറേഷനുള്ള വേറെ കമ്പ്യൂട്ടറിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. സെയിം സിസ്റ്റം റീഇൻസ്റ്റാൾ ചെയ്യാനും റിക്കവറി ഓപ്ഷൻസിലേക്ക് കയറാനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. റിക്കവറി ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ കമാൻഡ് പ്രോംപ്റ്റ് ഉണ്ട്, സിസ്റ്റം ഇമേജ് ബാക്കപ്പ് ഉണ്ട്, സിസ്റ്റം റീസ്റ്റോർ ഉണ്ട്, സ്റ്റാർട്ടപ്പ് റിപ്പയർ ഉണ്ട്. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സിലേക്കൊക്കെ ഇതിലേക്ക് കയറാൻ പറ്റും. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഡ്രൈവ് വെച്ച് സിസ്റ്റം ബൂട്ട് ചെയ്യാവുന്നതാണ്. വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യുന്ന ഏത് കോൺഫിഗറേഷനുള്ള കമ്പ്യൂട്ടറിലും നമുക്ക് ക്ലീൻ ഇൻസ്റ്റലേഷൻ വരെ ചെയ്യാൻ പറ്റുന്ന USB ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. ഫോളോ ആക്കി വെച്ചാൽ അത് നിങ്ങൾക്കും അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.